സി നോളജ് ഫയലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. LGSന് വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ അല്ലേ? അപ്പോൾ നമുക്ക് സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്താലോ? ക്വസ്റ്റ്യൻ നമ്പർ 1. 1977 തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്തി അധികാരത്തിലെത്തിയ പാർട്ടി ഏത്? ജനതാ പാർട്ടി. ഇന്ത്യൻ ജനാധിപത്യം അഭിമുഖീകരിച്ച ഒരു പ്രധാന പ്രതിസന്ധി ഏതാണ്? അടിയന്തരാവസ്ഥ. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യയിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച തീയതി 1975 ജൂൺ 25. 1975 അടിയന്തരാവസ്ഥ സമയത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി. നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുന്നതിനുള്ള സമ്മതം നൽകിയ കരാർ ഏത്? പ്രവേശന കരാർ. നാട്ടുരാജ്യങ്ങൾ പൂർണ്ണമായും ഇന്ത്യൻ യൂണിയനിൽ ചേരുന്നതിനുള്ള കരാർ ഏത്? സംയോജന കരാർ. നാട്ടുരാജ്യങ്ങളുടെ സ്വയംഭരണ അവകാശം ഇല്ലാതാക്കുന്ന കരാർ സംയോജന കരാർ. BJP ആദ്യമായി സർക്കാർ രൂപീകരിച്ച വർഷം ഏത്? 1996. ജനതാദളിൻ്റെ നേതൃത്വത്തിലുള്ള നാഷണൽ ഫ്രണ്ട് അധികാരത്തിലെത്തിയ വർഷം ഏത്? 1989. ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പിൻവലിച്ച വർഷം ഏത്? 1977 മാർച്ച്. 2004-2009 വർഷങ്ങളിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഏത് സഖ്യമാണ് അധികാരത്തിലെത്തിയത്? ഐക്യ പുരോഗമന സഖ്യം. ഏത് സംസ്ഥാനത്തിലാണ് മൊറാർജി ദേശായി പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയത്? ഗുജറാത്ത്. 2014, 2019, 2024 വർഷങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി ഏത് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യമാണ് വിജയിച്ച് അധികാരം നിലനിർത്തിയത്? BJP. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയ ഹൈക്കോടതി ഏത്? അലഹാബാദ് ഹൈക്കോടതി. ആദ്യ തിരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ലഭിച്ച അധികാരത്തിലെത്തിയത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. പ്രതിപക്ഷ പ്രക്ഷോഭങ്ങൾ ആഭ്യന്തര സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുന്നു എന്ന കാരണം ആരോപിച്ച് കേന്ദ്ര സർക്കാർ ഭരണഘടനയുടെ എത്രാമത്തെ അനുച്ഛേദ പ്രകാരമാണ് ഇന്ത്യയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? 352. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽ ഉൾപ്പെടാത്തതും സാമൂഹ്യമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്നതുമായ ജനവിഭാഗം അറിയപ്പെടുന്ന പേരെന്ത്? ഇതര വിഭാഗങ്ങൾ. OBC. യുദ്ധം, ബാഹ്യാക്രമണം, സായുധ കലാപം എന്നിവയാൽ ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഗുരുതരമായ ഭീഷണി നേരിടുന്ന സാഹചര്യങ്ങളിൽ അനുച്ഛേദം 352 പ്രകാരം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ആരാണ്? രാഷ്ട്രപതി. ആദ്യ പൊതു തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ തെരഞ്ഞെടുപ്പ് പരീക്ഷണം ഇന്ത്യൻ ജനത അങ്ങേയറ്റം പ്രശംസനീയമാവും വിധം നിർവഹിച്ചെന്ന് സാർവത്രികമായി അംഗീകരിക്കപ്പെട്ടു എന്ന നിരീക്ഷ മാധ്യമം ഏത്? ഹിന്ദുസ്ഥാൻ ടൈംസ് ആണ്. ഒരു രാഷ്ട്രീയ പാർട്ടി തുടർച്ചയായി വലിയ ഭൂരിപക്ഷത്തിൽ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് അധികാരം നിലനിർത്തുന്നതിനെ ഇന്ത്യയിൽ പറയുന്ന പേരെന്ത്? ഏകകക്ഷി മേധാവിത്വം.